നമ്മൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഒരു പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് കണ്ടന്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് താല്പര്യം എന്ന് വെച്ചപ്പോൾ ഒരു 60% ആൾക്കാരും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊബൈൽ ഫോട്ടോഗ്രാഫിനെ പറ്റിയിട്ടായിരുന്നു. വേറെ ഒന്നല്ല, എല്ലാവരുടെ കയ്യിലും ക്യാമറ ആക്സസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും മൊബൈൽ ഫോട്ടോഗ്രാഫിനെ പറ്റിയിട്ട് അറിയാനാണ് കൂടുതൽ താല്പര്യം. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ തന്നെ ധാരാളമാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് തൊട്ട് നമ്മുടെ ചാനലിൽ ഒരു പുതിയ സീരീസ് തുടങ്ങാനായിട്ട് പോകണം. വേറെ ഒന്നല്ല, മാസ്റ്ററിംഗ് മൊബൈൽ ഫോട്ടോഗ്രാഫി. ഈ ഒരു സീരീസിനകത്ത് നമ്മൾ മൊബൈൽ ഫോട്ടോഗ്രാഫിയുടെ ബേസിക്സ് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു കോഴ്സ് പോലെ തന്നെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരാണ്. ഈ ഒരു സീരീസിൻ്റെ അവസാനം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ മൊബൈൽ ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു സീരീസൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ബേസിക്സ് എന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ടല്ലേ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് മൊബൈൽ ക്യാമറ ലെൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ്. നമ്മൾ 2020 പുതിയൊരു സ്മാർട്ട് ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ഒരു ഫോണിൽ ഒന്നിൽ കൂടുതൽ ക്യാമറ കാണാനായിട്ട് പറ്റും. ഒരു മെയിൻ ക്യാമറയുണ്ട്, ഒരു അൾട്രാ വൈഡ് ലെൻസ് വരുന്നുണ്ട്, ഒരു മാക്രോ ലെൻസ് വരുന്നുണ്ട്. നിങ്ങളിനി കുറച്ച് റിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. പിന്നെ ഒരു ഡെപ്ത് സെൻസറും നമുക്ക് നമ്മുടെ ഫോണുകളിൽ കാണാനായിട്ട് പറ്റും. ഒരു കമ്പനി ഒരു പുതിയ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ പ്രൈമറി ക്യാമറയിലാണല്ലേ. 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ, 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ, പോയി 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ അടക്കം നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഏതൊരു ടൈപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ക്യാമറ തന്നെയാണ്. കാരണം റെസൊല്യൂഷൻ വൈസ് ആയാൽ നമുക്ക് ബാക്കി ക്യാമറാസിനൊക്കെ നല്ല റെസൊല്യൂഷൻ നമ്മുടെ മെയിൻ ക്യാമറയ്ക്ക് വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി വലിയൊരു സെൻസർ സൈസ് നമ്മുടെ മെയിൻ ക്യാമറയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ലൈറ്റ് പെർഫോമൻസിൽ നമുക്ക് നല്ല രീതിയിൽ അടിപൊളി ഫോട്ടോസ് നമുക്ക് നമ്മുടെ മെയിൻ ക്യാമറ വഴി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ മെയിൻ ക്യാമറ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ബാക്കി വരുന്ന ക്യാമറ ലെൻസൊക്കെ നമുക്കൊരു അഡീഷണൽ ഫീച്ചറായിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ അൾട്രാ വൈഡ് ലെൻസിനെ പറ്റിയിട്ടാണ്. നമ്മൾ സാധാരണ നമ്മൾ മെയിൻ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസിനേക്കാളും കുറച്ചുകൂടി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് കിട്ടാനാണ് നമ്മൾ ഈ ഒരു അൾട്രാ വൈഡ് ലെൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കാണുന്നതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി ഭയങ്കര വൈഡ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഈ ഒരു ലെൻസ് വെച്ച് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. മെയിനായിട്ട് ട്രാവൽ ഫോട്ടോഗ്രാഫി, ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫി, അർബൻ ഫോട്ടോഗ്രാഫി, ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനും ഇതേപോലെ നമ്മൾ അൾട്രാ വൈഡ് ലെൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അടുത്തത് വരുന്നത് മാക്രോ ലെൻസ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരുവിധ ആൾക്കാരുടെ ഒക്കെ ഈ ഒരു മാക്രോ ലെൻസ് വരുന്നുണ്ടാവും, പക്ഷേ 80% ആൾക്കാരും ഈ ഒരു മാക്രോ ലെൻസ് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ മാക്രോ ലെൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്കൊരു സബ്ജക്റ്റിന് ഭയങ്കരമായിട്ട് ക്ലോസ് ആയി പോയിട്ടൊരു ഫോട്ടോ എടുക്കാനാണ് നമുക്ക് ഈ മാക്രോ ലെൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ വരുന്ന മാക്രോ ലെൻസൊക്കെ വെറും ഒരു അഡീഷണൽ ക്യാമറ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. കാരണം നമുക്കൊരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് മാക്രോ ഷോട്ട്സ് ആ ഒരു ലെൻസ് വഴി നമുക്ക് എടുക്കാനൊക്കെ പറ്റും. പക്ഷേ നിങ്ങൾ മാക്രോ ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ക്ലിപ്പ് ഓൺ ലെൻസ് മേടിക്കും. ഒരു അഡീഷണൽ മാക്രോ ലെൻസ് മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ മെയിൻ ക്യാമറയുടെ മുകളിലായിട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് തീരെ ക്വാളിറ്റി ലോസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി മാക്രോ ഷോട്ട്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അടുത്തത് നമ്മുടെ ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ടെലിഫോട്ടോ ലെൻസ് ആണ്. ഇപ്പോൾ ഐഫോണിലൊക്കെ ഒരു ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണുകളിലൊക്കെ ഈ ടെലിഫോട്ടോ ലെൻസ് പ്രസൻ്റ് ആണ്. വേറെ ഒന്നുമല്ല, നമുക്ക് സൂം ചെയ്യുമ്പോൾ ക്വാളിറ്റി ലോസ് ഇല്ലാത്ത ഫോട്ടോസ് എടുക്കാനാണ് നമുക്ക് മെയിൻലി ഈ ടെലിഫോട്ടോ ലെൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നല്ല അടിപൊളി പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനും നമ്മൾ എടുക്കുന്ന ഫോട്ടോസിൽ നല്ലൊരു ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടാനും നമുക്ക് ഈ ഒരു ടെലിഫോട്ടോ ലെൻസ് നമ്മളെ സഹായിക്കും. നമ്മളൊരു ഫോൺ മേടിക്കുമ്പോൾ നമുക്ക് അതിൽ കാണാൻ പറ്റും 2x ഒപ്റ്റിക്കൽ സൂം അല്ലെങ്കിൽ 10x ഒപ്റ്റിക്കൽ സൂം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 10x വരെ നമ്മൾ സൂം ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ സൂം ആയിരിക്കും ആ ഒരു ക്യാമറ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റി ലോസ് വരുന്നില്ല. പക്ഷെ നമ്മൾ അതിനപ്പുറത്തോട്ട് നമ്മൾ സൂം ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ സോഫ്റ്റ്വെയർ ആ ഒരു ഫോട്ടോനെ ഡിജിറ്റലിയാണ് സൂം ചെയ്യുന്നത്. അതായത് ആ ഒരു ഫോട്ടോനെ അവർ ക്രോപ്പ് ചെയ്ത് കൊണ്ടുവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിജിറ്റൽ സൂം ചെയ്യുമ്പോൾ നമുക്ക് ക്വാളിറ്റി ലോസ് വരും. നമ്മൾ ഈ ഒരു ടെലിഫോട്ടോ ലെൻസ് വെച്ച് നമ്മൾ ഒപ്റ്റിക്കൽ സൂം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ക്വാളിറ്റി ലോസ് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് വരും. ഫൈനലി നമുക്ക് നമ്മുടെ ക്യാമറയിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡെപ്ത് സെൻസർ. അപ്പോൾ ഈ ഒരു കുഞ്ഞു സാധനത്തിൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോ ഒക്കെ നമ്മൾ മെയിൻലി എടുക്കുമ്പോൾ നമ്മുടെ സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ആ ഒരു ഡെപ്ത് അനലൈസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ബ്ലർ തരാനും അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ആ ഒരു എഡ്ജ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെപ്ത് സെൻസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മൊബൈൽ ഫോൺ ലെൻസുകളെ പറ്റി നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൽ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്ന ലെൻസും. ഈ ലെൻസുകളുടെ യൂസ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് മെഗാ പിക്സൽസിനെ പറ്റിയാണ്. ഇപ്പോൾ നമുക്ക് 108 മെഗാ പിക്സൽ വരുന്ന ഫോണുകളൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഒക്കെ നമുക്കൊരു സ്മാർട്ട് ഫോണിൽ ആവശ്യം? നമുക്ക് എന്ത് ടൈപ്പ് ഫോട്ടോ എടുക്കാനാണ്? നമുക്ക് ഇതിൻ്റെയൊക്കെ ശരിക്കും ഒരു ആവശ്യം വരുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതൊരു ബൈ, പീസ്.